അപ്പോഴേ നമുക്കിന്ന് ഒരു കുറച്ച് സ്നാക്സിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം ഒരു അവക്കാഡോ ടോസ്റ്റ് ഉണ്ടല്ലോ. സംഭവം എളുപ്പമാണ്, അതുപോലെ കിട്ടില്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ താരമായ അവക്കാഡോനെ ഇതുപോലെ ഒരു ബൗളിലേക്ക് ആക്കിയെടുക്കുക. പിന്നെ ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട കേട്ടോ ചേർക്കുന്നത്, അത് ഒരെണ്ണം ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സവോള, പിന്നെ ഉപ്പും കുരുമുളക് പൊടി. അപ്പോൾ ചെറിയ മക്കൾക്കാണെങ്കിൽ കുരുമുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. ഇനിയില്ല വലിയവർക്കാണെങ്കിൽ കുറച്ചധികം ചേർത്താൽ എന്നാലേ ആ ഒരു എരിവും കൂടെ കഴിക്കുമ്പോഴേ ടേസ്റ്റ് വരുള്ളൂ. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ബട്ടർ ഇട്ടിട്ട് നമ്മൾ ബ്രെഡ് രണ്ട് സൈഡും നല്ലോണം ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇനിയൊന്നുമില്ല, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ മിക്സ്ചർ ഉണ്ടല്ലോ, അവക്കാഡോ മിക്സ്ചർ ഇതിലേക്ക് തേച്ച് കൊടുക്കുക. അങ്ങ് കഴിക്കുക. കിട്ടില്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോഴേ നമുക്ക് നെക്സ്റ്റ് പൊട്ടറ്റോ ബോൾസിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. സംഭവം എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് പുഴുങ്ങിയ പൊട്ടറ്റോ എടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും പിന്നെ കോൺഫ്ലവറാണ് ചേർക്കുന്നത്. പിന്നെ ബ്രെഡ് ക്രംസ്. അപ്പോൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ള ചില്ലി ഫ്ലേക്സും പെപ്പർ പൗഡറൊക്കെ നമുക്ക് എരിവിന് ആവശ്യത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ലോണം കുഴച്ച് ചപ്പാത്തിൻ്റെ മാവ് കുഴക്കില്ല അതുപോലെ കുഴച്ചെടുക്കുക. എന്നിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു ബോളാക്കിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് അല്ല ടിക്കി ഷേപ്പിൽ വേണമെങ്കിൽ അതെടുക്കാം. ഇനി അല്ല നമ്മുടെ മക്കൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം ആ ഷേപ്പിൽ നമ്മൾ ആക്കിയെടുക്കുക. എന്നിട്ട് എണ്ണയിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ കളറായി വരും. ഇത് ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരത്തെ സ്നാക്സും അതുപോലെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ റെസിപ്പിയാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് നമ്മുടെ ചായക്കടയിലൊക്കെ ഇരിക്കുന്ന നമ്മുടെ കിടിലൻ സ്റ്റാറിനെയാണ് കേട്ടോ, ഉള്ളിവട. അപ്പോൾ ആദ്യം ഉള്ളിവടയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ സവോള വളരെ തിന്നായിട്ട് അരിയുക. എന്നിട്ട് ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് തിരുമ്മി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മൈദയും കൂടെ ചേർക്കുന്നുണ്ട്. അത് വളരെ കുറച്ചാണ്, ഒന്ന് കോട്ടിംഗ് ആയി കിട്ടാനായിട്ടാണ്. പിന്നെ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ചേർക്കുന്നത്, ഒന്ന് മിക്സായി കിട്ടാൻ. പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ അല്പം മുളക് പൊടിയും പിന്നെ കായം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ. അപ്പം ഞാൻ ഇതുപോലെ പരത്തിയായിട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം പിന്നെ ഉള്ളിലത്തെ ഉള്ളിയും കൂടെ നല്ലോണം ഒന്ന് നല്ല വെന്ത് കിട്ടും. അപ്പം നല്ല ഗോൾഡൻ കളറാകുമ്പോഴത്തേക്ക് എടുക്കുക, വറുത്ത് കുരിയെടുക്കുക. എന്നിട്ട് നല്ല ചൂട് ചായേൻ്റെ കൂടെ കുടിച്ചാൽ പിന്നെ വേറൊന്നും വേണ്ടല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി ബജീൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് നല്ലോണം വേവിച്ചെടുക്കുക. എന്നിട്ട് ഉള്ളി ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ട് വേവിച്ച ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം പൊക്കിയിട്ട് അതിലേക്ക് ഉള്ളിയും ഒരു വലിയ ബൗളിനകത്ത് ഉള്ളി, വേവിച്ച ഉരുളക്കിഴങ്ങ്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് മുക്കിയെടുക്കാൻ വേണ്ടി കടലമാവിൽ കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കലക്കിയെടുക്കണം കേട്ടോ. വെള്ളം ഒഴിച്ച് കലക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ്, ഉരുളക്കിഴങ്ങിൻ്റെ ബോൾസ് ആക്കിയിട്ട് എന്നിട്ട് ഈ മാവിലിട്ടിട്ട് നമ്മൾ ആ ചൂട് എണ്ണയിൽ എന്നിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ. ആകുമ്പോൾ കിട്ടില്ലാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ ഈ സ്നാക്സ് റെസിപ്പീസൊക്കെ വളരെ എളുപ്പമാണ്. അതുപോലെ ചായേൻ്റെ കൂടെ എന്തെങ്കിലും നമുക്ക് കഴിക്കാൻ കിട്ടിയ ഒരു പ്രത്യേക സുഖമാണല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ പറയുക കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ ബൈ ബൈ.